എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു സ്നാക്ക് റെസിപ്പി ആയാലോ. ഓണിയൻ ബോണ്ട വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അത് സ്പീഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 1 കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അത് പച്ചരിയോ പുഴുങ്ങലരിയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂണിൽ താഴെ പെരുങ്കായം, ഒരു 1/4 ടീസ്പൂണിലും താഴെ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു ഹീപ്ഡ് ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ എരിവ് അങ്ങനെ ഉണ്ടാവുകയില്ല, എന്നാൽ നല്ലൊരു കളറ് കൊടുക്കും നമുക്ക് ഈ മാവിന്. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചിട്ടെടുക്കാം. കണ്ടില്ലേ, നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ തന്നെ വെള്ളം ഒഴിക്കാവും, വെള്ളം അധികമായി പോകരുത്. കണ്ടില്ലേ, ഏകദേശം ആയി വരുന്നുണ്ട്. കണ്ടോ, റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. 2 ഉള്ളി, പിന്നെ 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി അരിഞ്ഞത് എല്ലാം ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒരു 1/2 ടീസ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളത്. കടിക്കുമ്പോൾ ചിലർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണേൽ കൈ കൊണ്ട് കുഴക്കാം കേട്ടോ. ഞാനിത് ഒരു സംഗതി മറന്നുപോയി. ഞാൻ പൊടിച്ചിട്ടെടുത്ത് വെച്ച ഫ്രഷായിട്ട് പൊടിച്ചതാണേ. അതാവുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒരു ഭാഗത്തിരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്കത് ഓയിൽ ചൂടാവാൻ വെക്കാം. ഓയിൽ ചൂടാവുന്നുണ്ട്. ചൂടാവുന്ന ഓയിലിലേക്ക് നമുക്ക് ആദ്യം, കണ്ടില്ലേ, ഞാനൊരു കോപ്പയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിൽ മുക്കിയ സ്പൂൺ എടുത്തിട്ട് ഈ മാവൊന്ന് കോരിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നല്ല ചൂടായ എണ്ണ ഒന്ന് സ്റ്റൗ തിരി താഴ്ത്തി വെക്കണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്തോ, ഇല്ലെങ്കിൽ എണ്ണ വല്ലാണ്ട് കുടിച്ചു പോകും. എണ്ണ കുടിക്കാണ്ട് നോക്കണേ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം കണ്ടോ, നല്ലോണം പൊക്കിൾ വരുന്നില്ലേ. ഈ പൊക്കിളെല്ലാം ഒന്ന് അടങ്ങി വരുമ്പോൾ നമുക്കറിയാം ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇട്ട സമയത്ത് അതങ്ങ് വേഗം അടിയിൽ പോയി അങ്ങ് ഒട്ടിപ്പോയി. അതെടുക്കാൻ ഇച്ചിരി പ്രയാസം. കണ്ടില്ലേ, അത് ഇപ്പോൾ പിന്നെയും തിരിച്ചിട്ടപ്പോൾ പിന്നെയും പൊക്കിള വരാൻ തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കും. ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. കണ്ടോ, റെഡി. റെഡിയായി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം നമ്മൾ സ്പൂണ് ഒന്നും കൂടി നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഇതേപോലെ മാവെടുത്തിട്ട് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കട്ടൻ ചായേൻ്റെ കൂടെ വൈകുന്നേരം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. കണ്ടോ, നല്ല വല്ലാണ്ടങ്ങ് വലിയുന്ന പോലെ ഉണ്ടാവില്ല, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.